കൂടെയുള്ളവൻ്റെ നന്മകൾ തിരിച്ചറിയുക. പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ നന്മകൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഓക്കെ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മെ സഹായിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, അവരുടെയൊക്കെ നന്മകൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ സ്ലീഹാകാലം അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ദൈവം നമുക്ക് നൽകുന്ന സഹായകൻ അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മകളൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നന്മ കാണാനുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളൊക്കെ കണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞ് പർവ്വതീകരിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവാം. പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ നന്മ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ലീഹാകാലം അവസാന ആഴ്ചയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വളരാനായിട്ടുള്ളൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടായാൽ പോരാ, ഈ നന്മ കാണാനുള്ള വലിയ ഒരു കൃപയ്ക്ക് കൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നന്മ കാണാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ നന്മ കാണാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ നന്മ കാണാനൊക്കെ കഴിയുള്ളൂ. നമുക്കൊക്കെ ഒരു ശൈലിയുണ്ട് അല്ലേ? ഒരു കുറവ് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ കുറവിനെ നമ്മൾ കുറേയും കൂടി നമ്മൾ വലുതാക്കി കാണിക്കും. പക്ഷേ മറ്റുള്ളവരുടെ ഒരു നന്മ നമ്മൾ കണ്ടെത്തിയാൽ അത് ചിലപ്പോൾ നമ്മൾ ആരുമായിട്ട് പങ്കുവെക്കണമെന്ന് പോലും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നന്മ കാണാൻ, നന്മ പങ്കുവയ്ക്കാൻ, മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു നന്മയാണെങ്കിലും ആ നന്മകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അതിനുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.